ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീന ഫോണിലൂടെ മനുവിനോട് പറയുന്നു, എനിക്ക് പാലാ ദേശത്ത് പോലെ നിൽക്കണ്ട. മനു ചോദിക്കുന്നു, ഞങ്ങളുടെ നാടിനെ അത്രയ്ക്ക് വെറുത്തോ? അപ്പോൾ അലീന പറയുകയാണ്, വെറുപ്പല്ല, പേടിയാ. എന്നെ സ്വർണ്ണക്കടയിൽ നിർത്തിയാൽ മേഡം പറയും ഞാൻ അവിടുത്തെ സ്വർണം മുഴുവൻ കടത്തിക്കൊണ്ടു പോവുകയാണെന്ന്. ടെക്സ്റ്റൈൽസിൽ ജോലി തന്നാ പിന്നെ എനിക്ക് ഒരു ഡ്രസ്സും ഇടാൻ പറ്റത്തില്ല. എല്ലാ ഡ്രസ്സും അവിടുന്ന് അടിച്ചു മാറ്റിയതായിരിക്കും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മനു പറയുകയാണ്, ഒരു സോങ് ഉണ്ടല്ലോ, മറ്റേ എന്തു വിധി ഇത്? അലീന ചോദിക്കുന്നു, തമാശയാണല്ലേ? മനു പറയുകയാണ്, ഇതൊരു വല്ലാത്ത വിധി തന്നെയല്ലേ? അപ്പോൾ അലീന പറയുന്നു, മനുവേട്ടൻ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കിത്താ. മണ്ണു ചുമക്കാനോ ഇഷ്ടിക ചുമക്കാനോ റോഡ് പണിക്കോ എന്ത് ജോലിക്കും പോകാൻ ഞാൻ റെഡിയാ. മനു പറയുന്നു, ധൃതി പിടിക്കാതെ, ഹെൽത്ത് ഒക്കെ നോർമലായിട്ട് പോരെ. അലീന പറയുകയാണ്, ഇനി ഇവിടെ വയ്യ മനുവേട്ട, വെറുതെ പറയുന്നതല്ല. ഇവിടെ സ്നേഹം മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെയാ. വല്ലപ്പോഴും ഇരുട്ടത്തൊന്ന് മിന്നും, സൂക്ഷിച്ചു നോക്കുമ്പോൾ അത് കൃഷ്ണമോള. കുറെ കഴിഞ്ഞ് പിന്നെയൊന്ന് മിന്നും, അത് മുത്തശ്ശിയാ. അത്രേ ഉള്ളൂ. അച്ഛനും മകനും തമ്മിൽ കണ്ടാൻ വേണ്ടത്തില്ല, അമ്മയും മകനും നേരെ നോക്കത്തുപോലുമില്ല. കൂടെ പിറപ്പുകൾ തമ്മിൽ ചിരിക്കില്ല. ഇതെന്തൊരു വീടാ? മനു പറയുന്നു, അങ്ങനെ നോക്കിയാൽ മിക്ക വീടുകളിലും അങ്ങനെയാ അലീന, എന്റെ വീട് പോലും. അലീന പറയുന്നു, അതൊക്കെ ഞങ്ങളുടെ സ്നേഹനികേതനം. എന്തൊരു സ്നേഹമായിരുന്നു എല്ലാവരും തമ്മില്. ഞങ്ങള് ലോകത്തിലും വെച്ച കോടീശ്വരന്മാരായിരുന്നു സ്നേഹത്തിന്റെ കാര്യത്തില്. അങ്ങനെ നോക്കുമ്പോൾ ഇവര് പണക്കാരൊന്നും അല്ല കേട്ടോ, ദരിദ്രരാ. കീറത്തുണിയും പിച്ചപാത്രവും പീഡികത്തിന്റെയും. മനു പറയുന്നു, നിങ്ങളുടെ സ്നേഹം എനിക്കറിയാം. അലീനയും ദേവതിക്കുട്ടിയും തമ്മിലുള്ള ഇന്റിമസി ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അലീന പറയുന്നു, പറഞ്ഞത് മറക്കല്ലേ മനുവേട്ട. ജോലിയുടെ കാര്യം. മനു പറയുന്നു, റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. വേറൊരിടത്ത് ചെന്നാലും ജോലി ചെയ്യാൻ ആരോഗ്യം വേണ്ടേ? അലീന പറയുന്നു, അതെല്ലാം ശരിയായിക്കോളും മനുവേട്ട. അപ്പോൾ മനു പറയുകയാണ്, ഓക്കെ, അപ്പൊ ഞാൻ വെക്കുവാണേ, ടേക്ക് കെയർ, സീ യു ബൈ. ശരി മനുവേട്ട എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് അലീന. പിന്നീട് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അലീന. സന്തോഷത്തോടു കൂടി ഫോൺ അറ്റൻഡ് ചെയ്ത് രേവതിക്കുട്ടി ചേച്ചിന്ന് വിളിക്കുമ്പോൾ അലീന പറയുന്നു, മോളെ നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞു? രേവതിക്കുട്ടി പറയുന്നു, കഴിഞ്ഞു. TV കാണുകയായിരുന്നു. ഞാൻ ചേച്ചിയെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ നാളെ ഷെറിൻ ചേച്ചിയുടെ വീട്ടിൽ പോകാനിരിക്കുക. രാവിലെ പോകും. ചേച്ചിയും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. ചേച്ചിക്ക് വരാൻ പറ്റുമോ? അലീന പറയുന്നു, 2 ദിവസം കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാനും കൂടി വരാമായിരുന്നു. രേവതിക്കുട്ടി ചോദിക്കുന്നു, 2 ദിവസം കൂടി കഴിഞ്ഞാൽ ചേച്ചി വരുന്നുണ്ടോ? അലീന പറയുന്നു, ഞാൻ ഇവിടുത്തെ ജോലി മതിയാക്കി പോരുവാ. എനിക്ക് മതിയായി മോളെ. രേവതിക്കുട്ടി ചോദിക്കുന്നു, എന്നോ പറ്റി ചേച്ചി? അലീന പറയുന്നു, ഇന്നലെ മേഡം എന്നെ വിളിച്ച് എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ വന്നതിന് ശേഷമാ അവരുടെ കുടുംബം ഇത്രയ്ക്ക് മോശമായി പോയതെന്ന്. ആരാ മോശമായിട്ട് പെരുമാറിയതും പ്രവർത്തിച്ചതും? അവരും അവരുടെ മകനും. എന്നിട്ട് കുറ്റം എനിക്ക്. ഞാൻ ഇത്രയും നാളും സഹിച്ചും ക്ഷമിച്ചു നിന്നത് എന്റെ അമ്മയും കൂടപ്പിറപ്പുകളും ആണല്ലോ എന്നോർത്ത് മാത്രമാ. മതിയായി മോളെ. രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി അവിടെ നിൽക്കണ്ടെന്നേ, ഇങ്ങോട്ട് പോര്, നമുക്ക് വേറെ എവിടെങ്കിലും നോക്കാം. മാമച്ചനങ്ങളും ഗ്രേസ് അമ്മേന്റെയും നോക്കിയാൽ വേറെ എവിടെയെങ്കിലും ചേച്ചിക്ക് ജോലി കിട്ടും. ചേച്ചി നാളെ തന്നെ പോര്. ഇനി എന്തിനാ ഒരു ദിവസം കൂടി അവിടെ നിൽക്കുന്നത്? അലീന പറയുന്നു, എല്ലാവരോടും യാത്ര പറയണം, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ സാറിനോട്. എന്നോട് ഒട്ടും ഇഷ്ടം കാണിക്കില്ലെന്ന് വിചാരിച്ച ആളാ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും തന്നത്. ഒരു നന്ദി വാക്ക് പറയണ്ടേ? പിന്നെ മനുവേട്ടനല്ലേ എന്നെ കൊണ്ടുവന്നത്, മനുവേട്ടനോടും യാത്ര പറയണം. രേവതിക്കുട്ടി പറയുന്നു, ആ സ്ത്രീയോടും ചേച്ചി 2 വാക്ക് പറഞ്ഞിട്ടേ അവിടെ നിറങ്ങാവൂ. വേറെ ആരും കേൾക്കാതെ വിളിച്ചു മാറ്റിയിട്ട് ആ ചെവിയിലോട്ട് പറയണം. പരട്ട പെണ്ണുമ്പിള്ളെ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 22 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പെറ്റുതള്ളിയ സന്തതിയാണ് ഞാൻ. നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളെ അമ്മയെന്ന് വിളിക്കാനും നിങ്ങളുടെ കൂടെ താമസിക്കാനും കൊതിച്ചു വന്ന മകളാ ഞാൻ. തൃപ്തിയായി, എന്റെ കൊതി തീർന്നു. ഇനി നിങ്ങളെ എനിക്ക് കാണണ്ട, പോട്ടെ. ഇത്രയും പറഞ്ഞിട്ട് ചേച്ചി അവിടെ ഇറങ്ങി പോരാവൂ. അവര് ചേച്ചിയോട് ചെയ്തതെല്ലാം ഓർത്ത് ജീവിതകാലം മുഴുവൻ നീറണം. അങ്ങനെ ഒരു ശിക്ഷ അവർക്ക് കിട്ടണ്ടേ ചേച്ചി? കണ്ണീര് തുടച്ച അലീന പറയുന്നു, വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട. അവരെങ്ങനെയോ ജീവിച്ചോട്ടെ. എനിക്ക് അവരെ ആരെയും വേദനിപ്പിക്കുകയും വേണ്ട, സന്തോഷിപ്പിക്കുകയും വേണ്ട. ഞാൻ ഏതായാലും പോകാൻ തീരുമാനിച്ചു. ഇപ്പോ മനസ്സിൽ നിന്നൊരു ഭാരം ഒഴിഞ്ഞതുപോലെ ഒരു സമാധാനമുണ്ട്. രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി ഇനി അവിടെ ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ. ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്ക്. ചേച്ചി വിളിച്ചു പറഞ്ഞാ മതി. എന്നാ പോരുന്നേന്ന് ഞങ്ങൾ അവിടെ വന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോരാം. അലീന പറയുന്നു, വെറുതെ അങ്കിളിനെ ആന്റിയും ബുദ്ധിമുട്ടിക്കണ്ട മോളെ. രേവതിക്കുട്ടി പറയുന്നു, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ചേച്ചി, സന്തോഷമേ ഉള്ളൂ. ഈ സമയം മുത്തശ്ശി ഉറക്കെ വിളിക്കുകയാണ്, മോളെ കൊച്ചേ. അലീനെ. ഇത് കേട്ട അലീന പറയുന്നു, മോളെ മുത്തശ്ശി വിളിക്കുന്നു, ഞാൻ നാളെ വിളിക്കാമേ. ശരി ചേച്ചി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് രേവതിക്കുട്ടി. തുടർന്ന് വിഷമത്തോടുകൂടി ഇരിക്കുന്ന രേവതിക്കുട്ടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് അരികിലേക്ക് വന്ന ഗ്രേസമ്മ രേവതിക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ രേവതിക്കുട്ടി പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഗ്രേസമ്മ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, പറ. രേവതിക്കുട്ടിയുടെ തോളിൽ കൈവച്ച് ഗ്രേസമ്മ ചോദിക്കുന്നു, അതെ, അലീനയ്ക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, എന്താണെന്ന് പറ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. രേവതിക്കുട്ടി പറയുന്നു, അലീന ചേച്ചി അവിടുന്ന് പോകുക. എങ്ങോട്ടെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നു, എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. അവിടുത്തെ മേഡം ആവശ്യപ്പെട്ടു അലീന ചേച്ചി തന്നെത്താൻ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോണമെന്ന്. ചേച്ചിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. എന്തായാലും അവിടുന്ന് പോരുവാണെന്ന് പറഞ്ഞു. ഗ്രേസമ്മ പറയുന്നു, ഇങ്ങോട്ട് വരട്ടെടി, നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കാം. രേവതിക്കുട്ടി പറയുന്നു,
അതല്ല ആന്റി, അലീന ചേച്ചി അവിടെ ഒരുപാട് കൊതിച്ചു ചെന്നതാ. ഓർക്കാപ്പുറത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായത് കാരണം ഇനി അവിടെ നിൽക്കാൻ വയ്യ. ഗ്രേസമ്മ ചോദിക്കുന്നു, അങ്ങനത്തെ ഒരു വീട്ടില് നിൽക്കാൻ എന്തിനാ കൊതിക്കുന്നത്? രേവതിക്കുട്ടി പറയുന്നു, അതിനൊരു കാരണം ഉണ്ട് ആന്റി. ബ്രിജിത മമ്മിയാ അലീന ചേച്ചിയെ അങ്ങോട്ട് അയക്കണമെന്ന് തീരുമാനിച്ചത്. ഗ്രേസമ്മ പറയുന്നു, അവര് പോയില്ലേ, നമുക്ക് പറ്റാത്ത വീട്ടില് എങ്ങനെ ജോലി ചെയ്യും? രേവതിക്കുട്ടി പറയുന്നു, അത് ശരിയാ, പക്ഷേ. ഗ്രേസമ്മ ചോദിക്കുന്നു, എന്തുവാടി നീ എന്തൊക്കെയോ മനസ്സിൽ ഒളിച്ചു വെച്ച് പറയുന്നത് പോലെ? രേവതിക്കുട്ടി പറയുന്നു, ആന്റിക്ക് അറിയാത്ത ഒരു സത്യമുണ്ട്. ഗ്രേസമ്മ ചോദിക്കുന്നു, ഇനിയുണ്ടോ രഹസ്യങ്ങള്? രേവതിക്കുട്ടി പറയുന്നു, ഞാൻ പറയാൻ പാടില്ലാത്തതാ, പക്ഷേ അലീന ചേച്ചിയെ അവിടുന്ന് പോരാൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രം പറയുക. ഗ്രേസമ്മ ചോദിക്കുന്നു, എന്താണടി പറയാൻ പാടില്ലാത്ത രഹസ്യം? രേവതിക്കുട്ടി പറയുന്നു, കേൾക്കുമ്പോൾ ആന്റി ഞെട്ടിപ്പോകും, ആന്റിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഒന്ന് പറയടീന്ന് ഗ്രേസമ്മ പറയുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ആ വൈജയന്തി എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ഒരു ദുഷ്ടത്തി, അവരുണ്ടല്ലോ അലീന ചേച്ചിയുടെ അമ്മയാ. ഞെട്ടി സംശയത്തോടുകൂടി ഗ്രേസമ്മ ചോദിക്കുന്നു, അമ്മ എന്ന് വെച്ചാൽ? രേവതിക്കുട്ടി പറയുന്നു, അലീന ചേച്ചിയെ പ്രസവിച്ച സ്ത്രീ, പെറ്റമ്മ. ഞെട്ടി ഗ്രേസമ്മ ചോദിക്കുന്നു, നീ എന്ത് ഭ്രാന്താടി ഈ പറയുന്നത്? അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, കണ്ടോ, വിശ്വസിച്ചില്ലല്ലോ? വിശ്വസിക്കത്തില്ല. അമ്പരപ്പോടുകൂടി ഗ്രേസമ്മ ചോദിക്കുന്നു, നീ പറഞ്ഞത് സത്യമാണോടി? അപ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, അല്ല കള്ളം. വേണ്ട, ഇനി ആന്റി ഒന്നും പറയണ്ട, ചങ്കെടുത്ത് കാണിക്കുമ്പോഴാ മോളെ എന്ന് വിളിച്ച വിഷമത്തോടുകൂടി രേവതിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് ഗ്രേസമ്മ. രേവതിക്കുട്ടി ചോദിക്കുന്നു, അലീന ചേച്ചി എന്തെല്ലാമാണ് അനുഭവിച്ചതെന്ന് ആന്റിക്ക് അറിയാമോ? സ്വന്തം അമ്മ, കൂടപ്പിറപ്പുകൾ, ബന്ധുക്കൾ, എന്നിട്ടും ആരെ ഒന്നും അറിയിക്കാതെ. തുടർന്ന് റൂമിലേക്ക് വന്ന ഗ്രേസമ്മയോട് മാമച്ചൻ ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു? അപ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, ഞാൻ രേവതിക്കുട്ടിയുടെ അടുത്ത്. കുറെ നേരം ആയല്ലോ എന്ന് മാമച്ചൻ പറയുമ്പോൾ ഗ്രേസമ്മ മാമച്ചായ എന്ന് വിളിക്കുകയാണ്. മാമച്ചൻ ചോദിക്കുന്നു, എന്താടി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഗ്രേസമ്മ പറയുന്നു, ഞാനൊരു കാര്യം അറിഞ്ഞിട്ട് ആകെ ഞെട്ടിയിരിക്കുക. മാമച്ചൻ പറയുന്നു, എന്താന്ന് പറ. അപ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, കേട്ടിട്ട് എന്താന്നറിയത്തില്ല, ഭയങ്കര വിഷമം മാമച്ചായ. ഇത് കേട്ട് മാമച്ചൻ പറയുകയാണ്, എന്താന്ന് പറയാതെ ഞാൻ എങ്ങനെ അറിയും? ഗ്രേസമ്മ പറയുന്നു, അത് നമ്മുടെ അലീനയില്ലേ? നമ്മുടെ അലീനയെന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, നമ്മുടെ രേവതിക്കുട്ടിയുടെ അലീന. അവളുണ്ടല്ലോ, അവള് പാലായിൽ ഒരു വീട്ടിലല്ലേ ജോലി ചെയ്യുന്നത്? മാമച്ചൻ പറയുന്നു, അതെ, അതിനെന്താ? ഗ്രേസമ്മ പറയുകയാണ്, മാമച്ചായ, ആ വീട്ടില് വൈജയന്തി എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ. മാമച്ചൻ പറയുന്നു, അവരല്ലേ അലീനയുടെ ഏറ്റവും വലിയ ശത്രു? ഗ്രേസമ്മ ചോദിക്കുന്നു, ആ സ്ത്രീ ശരിക്കും ആരാണെന്നറിയുമോ? ആരാന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, അലീനയുടെ സ്വന്തം അമ്മ. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ മാമച്ചൻ ഗ്രേസമ്മയെ നോക്കുമ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, ആണെന്നേ. മാമച്ചൻ ചോദിക്കുന്നു, നിനക്കെന്താ ഭ്രാന്തായോ? ഇതാര് പറഞ്ഞു നിന്നോട്? ഗ്രേസമ്മ പറയുകയാണ്, രേവതിക്കുട്ടി. മാമച്ചൻ പറയുന്നു, അവള് നിന്നെ വട്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. അവള് പറഞ്ഞ ഉടനെ നീ അതങ്ങ് വിശ്വസിച്ചു. ഗ്രേസമ്മ പറയുന്നു, സത്യമാ മാമച്ചായ ഞാൻ ഈ പറയുന്നത്. മാമച്ചൻ പറയുന്നു, എന്റെ അടുത്ത് ഇങ്ങനെ വിട്ടിത്തങ്ങളൊക്കെ എഴുന്നള്ളിച്ചോണ്ട് വരല്ലേ, ഇതൊക്കെ ആര് വിശ്വസിക്കും? ഗ്രേസമ്മ പറയുന്നു, അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് മാമച്ചായ. അതായത് അലീനെ എടുത്തു വളർത്തിയത് ബ്രിജിത മമ്മിയല്ലേ? അങ്ങനെ രേവതിക്കുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം മാമച്ചനോട് പറയുകയാണ് ഗ്രേസമ്മ. ഒരു പ്രോഗ്രാമിനിടയിൽ ബ്രിജിത മമ്മി ബോധം കെട്ട് വീണതും മമ്മീന്ന് വിളിച്ച് അലീന ഓടിച്ചെന്ന് താങ്ങി പിടിച്ചതും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞതും രോഗവിവരം അറിഞ്ഞ അലീന പൊട്ടിക്കരഞ്ഞതുമെല്ലാം തുടർന്ന് ബ്രിജിത മമ്മി രേവതിക്കുട്ടിയോടും അലീനയോടും പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഓർഫനേജ് നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ആ ഓർഫനേജിലുള്ള ആളുകളെല്ലാം കരുണാലയത്തിലേക്ക് പറഞ്ഞു വിട്ടതും പിന്നീട് അലീനയുടെ മുത്തശ്ശനെ കാണാനായി വന്നതും മുത്തശ്ശൻ ചോദിക്കുന്നു, എല്ലാ ഇടപാടും പണ്ടേ തീർത്തതല്ലേ, ഞാൻ എന്തെങ്കിലും തരാനുണ്ടോ? ബ്രിജിത മമ്മി പറയുന്നു, എനിക്കിനിയും ആയുസില്ല അവളെ നോക്കാൻ, കൂടി വന്നാൽ 2 മാസം. തുടർന്ന് മനുവിനെയും കൂട്ടി മുത്തശ്ശൻ സ്നേഹനികേതനത്തിൽ വന്ന് അലീനയെ കണ്ടു. മുത്തശ്ശൻ അലീനയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അവരവിടെ നിന്ന് പോയതിനു ശേഷം അലീന ചോദിച്ചു, മമ്മി അത് ആരൊക്കെയാ ഇവിടെ വന്നിട്ട് പോയത്? ബ്രിജിത മമ്മി പറഞ്ഞു, കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോൻ, നിന്റെ ഗ്രാൻഡ് ഫാദർ. ഇത് കിട്ടിഞ്ഞിട്ടി കണ്ണു നിറഞ്ഞ അലീന ചോദിച്ചു, അദ്ദേഹത്തിന്റെ മകളാണോ എന്റെ അമ്മ? ബ്രിജിത മമ്മി പറയുന്നു, അതെ, ആ വീട്ടിലേക്കാ ഞാൻ നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നത്. നീ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു കുടുംബമാണത്. അതുകൊണ്ട് നീ ആരാണെന്ന് അവരൊരിക്കലും അറിയരുത്. ബ്രിജിത മമ്മി മരിച്ചതിന് ശേഷം മനു അലീനയും കൂട്ടി വന്നു. വൈജയന്തിയെ കണ്ട് അലീന കണ്ണു നിറഞ്ഞ് സ്നേഹത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടു കൂടി ചോദിച്ചു, നിന്റെ നാട് ഏതാണെന്ന്? കഴക്കൂട്ടം വന്ന അലീന പറയുമ്പോൾ വൈജയന്തി ചോദിച്ചു, നിനക്ക് ആരൊക്കെയുണ്ട്? എന്താടി നോക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ചോദ്യം? കമല പറയുന്നു, ഓർഫനേജിൽ നിന്ന് വന്നവളാണ് അവള്. ആരും ഇല്ല വൈജയ്. വൈജയന്തി ചോദിച്ചു, ആഹാ, ഓർഫനാണോ? തുടർന്ന് മനുവിന്റെ വീട്ടിൽ നിന്നും അലീന വൈജയന്തിയുടെ വീട്ടിലേക്ക് വന്നു. എല്ലാം കേട്ട മാമച്ചൻ ചോദിക്കുന്നു, ഇതൊക്കെ സത്യമാണോ ഗ്രേസമ്മേ? ഗ്രേസമ്മ ചോദിക്കാണ്, പിന്നെ അല്ലാതെ കെട്ടുകഥയാണോ? മാമച്ചൻ പറയുന്നു, സ്വന്തം വീട്ടില് സ്വന്തം അമ്മയുടെയും സഹോദരങ്ങളുടെയും മുന്നില് അവള് വെറും വേലക്കാരി. ഗ്രേസമ്മ പറയുന്നു, അതേന്ന്. എന്നാലും വേണ്ടൂലായിരുന്നു. ആ തള്ളെ അവളെ തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുക ഓരോ ദിവസവും. മാമച്ചൻ ചോദിക്കുന്നു, അലീന നോക്കിയാൽ അവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റില്ലേ? ഇത് കേട്ട് ആലോചിച്ച് നിൽക്കുന്ന ഗ്രേസമ്മയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ബാലചന്ദ്രൻ പതിവ് പോലെ ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വരികയും അലീന ഭക്ഷണം വിളമ്പിക്കൊടുത്ത് ബാലചന്ദ്രൻ കഴിച്ചതിന് ശേഷം ടേബിൾ തുടച്ചുകൊണ്ട് നിൽക്കുന്ന അലീനയുടെ അരികിലേക്ക് വന്ന് ബാലചന്ദ്രൻ പറയുന്നു, എന്റെ റൂമിലൊരു കത്രിക ഇരിപ്പുണ്ട്, പെൻ ഹോൾഡറിൽ, അതിങ്ങെടുത്തോണ്ട് വാ. ഇത് കേട്ട് ഞെട്ടി അലീന
റൂമിലേക്ക് ചെന്ന് ഭയത്തോടുകൂടി ആ കത്രിക എടുത്തോണ്ട് വരികയാണ്. അത് വാങ്ങി ബാലചന്ദ്രൻ പറയുന്നു, ഇത് വീണ്ടും തിരിച്ച് എന്റെ കയ്യിലോട്ട് തന്നെ വന്ന വഴി ഭീകരമാണ് അല്ലേ? ഇത് കേട്ട് ഞെട്ടി കരഞ്ഞുകൊണ്ട് അലീന പറയുന്നു, അങ്ങനെ ഒരു ഗതികേടിന് നിന്നു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല സർ. അങ്ങനെ അലീന പൊട്ടിക്കരയുമ്പോൾ അലീനയെ ചേർത്ത് പിടിച്ച് കണ്ണു നിറഞ്ഞ് ബാലചന്ദ്രൻ പറയുന്നു, എന്റെ മകന് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുകയാണ് ഞാൻ, പൊറുക്കണം. ഇത് കേട്ട് മാപുത്തി അലീന പൊട്ടിക്കരയുമ്പോൾ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിക്കുകയാണ് ബാലചന്ദ്രൻ. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.